Assalamualaikum. Welcome back to ZAIN'S Wonder World. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പായസം തയ്യാറാക്കാം. ചക്കക്കുരു ചവ്വരിയൊക്കെ വെച്ചിട്ട് നല്ലൊരു പായസം. ഇപ്പോൾ ചക്കൻ്റെ സീസൺ അല്ലേ. ആ മക്കൾക്കൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്ക് വിശക്കുന്ന ടൈമും അല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ ZAIN'S Wonder World നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാഷ് ചെയ്യാൻ പറ്റിയ വേവാണെങ്കിൽ മാഷ് ചെയ്തെടുക്കാം. പക്ഷേ ഇത് കുറച്ച് വേവ് കമ്മിയാണ്. അതുകൊണ്ട് ഞാനിതൊന്ന് കുറച്ച് തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതൊരു 40 എണ്ണം പോലെ ഉണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കുകയാണ്. ഇത് 2 തേങ്ങയുടെ പാലാണിത്. ഇനി അതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞ് കിട്ടിയാൽ മതി, ഓവറായിട്ട് സ്മൂത്തായി അരക്കണ്ട. ഇനി ഇത് ബാക്കിയുള്ള തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതൊന്ന് ചുഴറ്റി ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അടി പിടിച്ചു പോവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി, ഇത് 1/4 കപ്പ് ചവ്വരി വേവിച്ചെടുത്തതാണ്. ഈ ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചവ്വരിയും ചക്കക്കുരും നന്നായിട്ട് മിക്സായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. 6 ക്യൂബ് ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ച് വെച്ചതാണ്. ഇനി ഇത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെ അളവൊക്കെ നിങ്ങൾ എടുക്കുന്ന ചക്കക്കുരുവിന് അനുസരിച്ച് നിങ്ങൾക്കുള്ള ആവശ്യമുള്ള മധുരത്തിനനുസരിച്ചും എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചുക്കുപൊടിയും ഒരു 4 ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇനി നിങ്ങൾക്ക് ശർക്കര ഇടാതെ ഉണ്ടാക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരയ്ക്കും പകരം തേങ്ങാപ്പാലിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് എടുത്തു വെച്ച തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സായി തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങാക്കൊത്തും നെയ്യിൽ വറവിടുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ബ്രൗൺ നിറായ തീ ഓഫ് ചെയ്യാം. വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പോൾ നല്ല അടിപൊളി ചക്കക്കുരു ചവ്വരി പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.